നമസ്കാരം. സിപിഎമ്മിന്റെ ആണിക്കൽ വരെ ഇളക്കി വെച്ചിരിക്കുകയാണെന്ന് സിപിഎം നേതാക്കൾ പറയുമ്പോൾ അതിൽ കഴമ്പൊന്നുമില്ല എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകർ ഇതൊന്ന് കേട്ടാൽ നല്ലതാണ്. ദേശാഭിമാനിയുടെ മുൻ ചീഫ് എഡിറ്റർ ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇടതു കേന്ദ്രങ്ങളെ ആടി ഉലച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ആണിക്കൽ ഇളക്കിയതിൽ മുഖ്യ പങ്ക് പിണറായി വിജയന്റെ മകളാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ദേശാഭിമാനി മുൻ എഡിറ്ററായിട്ടുള്ള ശക്തിധരൻ. മാത്രമല്ല, പിണറായി വിജയൻ ചെയ്ത തെറ്റ് മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ മടിത്തട്ടിൽ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കാൻ ഈ പൈതലിനെ കയറൂരി വിട്ടുകൊടുത്തതാണ് എന്നും അദ്ദേഹം പറയുന്നു. മുതലാളിത്തത്തിന്റെ മടിത്തട്ടിൽ മതിച്ചു വളർന്ന അസ്ഥിസമ്പന്നനായ ബർലിൻ കുഞ്ഞനന്ദൻ നായർ ഈ യുവതിയുടെ രക്ഷകനായി അവതരിച്ചതോടെ ശനിദശ തുടങ്ങുകയാണ് സിപിഎമ്മിൽ. വൻ നഗരങ്ങളിലെ പാർക്കും പടുകൂറ്റൻ വ്യവസായികളുമായുള്ള സഹവാസവുമായപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ചെറുമാടത്തിൽ പിറന്ന ഈ യുവതിയുടെ മനസ്സ് ചകിതയായി മാറുകയാണ് എന്ന് വീണ വിജയനെ കുറിച്ച് രൂക്ഷമായ വിമർശനം നടത്തുകയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായിട്ടുള്ള ശക്തിധരൻ. അടിത്തറ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചെറിയ ഉന്തുമതി. ഒറ്റ പൊതു തിരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ ബൂർഷ്വാ പാർട്ടിയെക്കാളും കെട്ട പാർട്ടിയായി സിപിഎമ്മിനെ മാറ്റുന്നതിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വം വഹിച്ച പങ്കിനെ ആർക്കും ചെറുതായി കളയാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അടിത്തറ ഇളക്കി വെച്ചിരിക്കുകയാണ്. കോരന്റെ ചെറുമകൾ വീണ വിജയനാണ് അതിന്റെ ആദ്യ ശിലകൾ ഒന്നൊന്നായി ഇളക്കിയെടുത്തത്. ഇപ്പോൾ ചെറിയ ഉന്തുമതി കടപുഴകാൻ. എന്നാലും അതിന്റെ അസ്ഥികൂടം കുറച്ചുനാൾ കൂടി ഇവിടെ ഉണ്ടാകും എന്നാണ് ശക്തിധരൻ പറയുന്നത്. പിണറായി വിജയനിലെ അച്ഛൻ സ്വന്തം മക്കൾ എന്ന ഈ സൗഭാഗ്യങ്ങൾ നേടുമെന്ന് ചിന്തിച്ചു പോയത് അത്ഭുതമല്ല. AKG സെന്ററിൽ സന്ദർശകനായിരുന്ന പ്രവാസി മലയാളികളുടെ മനസ്സിൽ മക്കളെ യൂറോപ്പിൽ എവിടെയെങ്കിലും മികച്ച പഠനത്തിന് വിടാൻ ആക്രാന്തം കാണിച്ചിരുന്ന ഒരച്ഛന്റെ ദൃശ്യം കിടപ്പുണ്ടാകും. അതൊരു തെറ്റേയല്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതക്കയത്തിൽ ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്ക് സ്വന്തം മക്കളും അങ്ങനെ ദുരിതക്കടലിൽ അകപ്പെടരുതേ എന്ന് ചിന്തിച്ചു പോകുക സ്വാഭാവികമാണ്. സത്യത്തിൽ അതിന്റെ രക്തസാക്ഷിയാണ് പിണറായി വിജയൻ. പക്ഷേ മക്കളെ നേർവഴിക്ക് നട്ടുവളർത്തിയില്ല. മകളുടെ നേർ വിപരീത ധ്രുവത്തിലായിരുന്നു മകൻ വിവേക് നടന്നത്. പുതിയ ഡയറി കൊച്ചി ദേശാഭിമാനിയിലെത്തിയാൽ അത് ഒന്നിനു പകരം രണ്ടെണ്ണം തരപ്പെടുത്താൻ ആരെ സോപ്പിട്ടാൽ കഴിയുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിവേകിന്റെ നിഷ്കളങ്ക മുഖം മറക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. മകൻ UK പഠിക്കുന്നതിന്റെ പത്രാസിൽ കഴിയണമെന്ന പിണറായി വിജയന്റെ അത്യാഗ്രഹത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ രാഷ്ട്രീയ മരണം. പിണറായിയുടെ ഇംഗിതത്തിനനുസരിച്ച് മകനെ ചെന്നൈയിലെത്തിച്ച് അവിടെ നിന്ന് ബർമിംഗ്ഹാം എന്ന സ്വപ്നഭൂമിയിൽ എത്തിക്കുന്നതിന് SFI പ്രവർത്തകൻ റഷീദ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് കലൂർ ശാഖയിൽ വിവേകിനുള്ള ലക്ഷങ്ങളുടെ ബാങ്ക് വായ്പയുടെ അവസാന പണികൾ നടക്കുകയായിരുന്നു. പൊടുന്നനെയാണ് പിണറായിയുടെ കോൾ ദേശാഭിമാനിയിൽ K വേണുഗോപാലിന് വന്നത്. വായ്പയുടെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്ന് പറഞ്ഞു. അതിലൊളിച്ചിരിപ്പുണ്ട് യഥാർത്ഥ പിണറായിയുടെ മുഖം. സത്യത്തിൽ ഇവിടെ ഒരു പിണറായിയെ മാത്രമല്ല ഞാൻ കാണുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തോടെ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന എത്രയോ നേതാക്കളുടെ മക്കൾക്ക് കള്ളപ്പണത്തിന്റെ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ നാറിയത് പിണറായി വിജയൻ മാത്രം. യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ എത്രയോ ഇരട്ടി ശിക്ഷ അനുഭവിച്ചു. ഒരു നിമിഷം നായനാരുമായി താരതമ്യം ചെയ്തു നോക്കൂ. ഇതിലൊന്നും നായനാരെ കൊടുക്കാൻ പറ്റില്ല. നായനാരുടെ മനസ്സിൽ വിഹ്വലതയാർന്ന ഭാര്യയുടെയോ മക്കളുടെയോ ചിത്രം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാകില്ല. അതെല്ലാം പാർട്ടി മാത്രമായിരുന്നു. ഇളയ മകൻ വിനോദ് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീവണ്ടി കൂലി കയ്യിലില്ലാതെ നിൽക്കവേ അച്ഛന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ആട്ടിയ ആട്ടുണ്ടല്ലോ, ഒരു മകനും അത് പൊറുക്കില്ല. എന്തിനാണ് നീ ഈ രാത്രി ഇവിടെ എത്തിയതെന്ന നായനാർ ആ ബാലനോട് ആക്രോശിച്ചപ്പോൾ ഉരുളക്കുപ്പേരി പോലെ അവൻ സഹികെട്ട് കൊടുത്ത മറുപടി എന്റെ അച്ഛനെ കാണാനെന്നായിരുന്നു. അത്രയ്ക്ക് അവന്റെ മനസ്സ് നായനാരുടെ ആക്രോശത്തിൽ വ്രണപ്പെട്ടിട്ടുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തത്വദീക്ഷയിൽ നെല്ലിട വിടാതെ മുറുകെ പിടിച്ച 100 അനുഭവങ്ങളെങ്കിലും നിരത്താനുണ്ടാകും. അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിന്റെ കോടികൾ വലിച്ചു പുറത്തിടണമെന്ന് എനിക്ക് തോന്നിയതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് 2,35,00,000 രൂപ പാർട്ടിയിൽ കണക്ക് വെക്കാതെ അടിച്ചു മാറ്റിയത് ലോകം അറിയട്ടെ എന്ന് തീരുമാനിച്ചത്. പക്ഷെ അവിടെ താൽക്കാലിക വിരാമമായി. അത് തുടർന്നാൽ അസ്ഥിവാരം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞാലോ എന്ന് ഭയപ്പെട്ടു. സ്ഫടികം പോലെ സുതാര്യതയുള്ള ഉന്നത നേതാവ് ഇതിനിടെ കയ്യിലിരുന്ന രേഖകൾ ഇനി ശക്തിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതാനും നാൾ മുൻപ് ഏൽപ്പിച്ചപ്പോൾ അതിന് ഇനി ധൂളിയുടെ വിലയെ ബാക്കിയുണ്ടാകൂ എന്ന് ശപഥം ചെയ്തത് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാതാകുമോ എന്ന് സംശയിച്ചു തുടങ്ങിയത് കൊണ്ടുമാകാം. ഏതായാലും ശക്തിധരന്റെ ഈ വാക്കുകൾ പാർട്ടിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്.